ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള PSC പുറത്തിറക്കിയ വിശേഷാൽ പതിപ്പിലെ കേരള ചരിത്രം എന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും നോക്കി. നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവിതാംകൂർ ചരിത്രമാണ്. ഓക്കെ, എല്ലാ PSC എക്സാമിനും ഒരേപോലെ തന്നെ ഉപയോഗപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ അധികം വിശദീകരിച്ചൊന്നും നോക്കുന്നില്ല. ഈ ഒരു പുസ്തകത്തിൽ തന്നിട്ടുള്ള പോയിന്റുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതിനെ ചുറ്റിപ്പറ്റി ഒന്നും വിശദീകരിച്ച് പോകുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. വിശദീകരിച്ചൊന്നും പറയുന്നില്ല. ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ പോയിന്റുകൾ നോക്കി പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എക്സാം ഒക്കെ എടുത്തത് കൊണ്ട് നമുക്ക് ഒട്ടും സമയമില്ല. അതുകൊണ്ട് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ട് കാണുക. നമുക്ക് പോയിന്റുകളാണ് പ്രധാനം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രമാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം നോക്കി വെക്കുക. 1729 മുതൽ 1758 വരെ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കാണുക. പരീക്ഷയ്ക്ക് നമുക്ക് സമയം വളരെ കുറവാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷം ഏതാണ്? 1729. 1729 മാർത്താണ്ഡവർമ്മ ഭരണമേറ്റത്. ആധുനിക അശോകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. നോക്കി വെക്കണേ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എവിടുത്തെ റാണിയാണ് ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ എതിർത്തത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആരാണ്? കൊട്ടാരക്കര റാണിയാണ്. കൊട്ടാരക്കര റാണി. ഇളയിടത്ത് സ്വരൂപം. എവിടുത്തെ റാണിയാണ് ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ എതിർത്തത്? കൊട്ടാരക്കര. ഓക്കെ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത്? ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒറ്റക്കൽ മണ്ഡപം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ്? അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒത്തിരി പോയിന്റുകളുണ്ട്. അപ്പോൾ അത് നോക്കാം. ഏതാണ്? മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം? ഏതാണ്? 1750 ആണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. കുഞ്ചൻ നമ്പ്യാരുടെ പുരസ്കർത്താക്കളായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ? തിരുവിതാംകൂർ രാജാക്കന്മാർ ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും. ധർമ്മരാജ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ ആരായിരുന്നു? രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ ആരായിരുന്നു? രാമയ്യൻ ദളവ. ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവ്? ശ്രീ പത്മനാഭദാസൻ. ഓർത്തു വെക്കണേ. ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവു കണക്ക്, അതായത് വാർഷിക ബജറ്റ്, തിരുവിതാംകൂറിൽ ആദ്യമായി പതിവു കണക്ക് അല്ലെങ്കിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം വിശേഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ചോരയുടെയും ഇരുമ്പിന്റെയും നയം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നോക്കാം. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1758 മുതൽ 1798 വരെ. വർഷം
നോക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയണം കേട്ടോ. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏത് പേരിലാണ് പ്രസിദ്ധൻ? നമുക്കറിയാമായിരിക്കും അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ളൊരു പേര് ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ധർമ്മരാജ. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏത് പേരിലാണ് പ്രസിദ്ധൻ? ധർമ്മരാജ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ്? ധർമ്മരാജയാണ്. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ്? ധർമ്മരാജയാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, കിഴവൻ രാജ, ധർമ്മരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്നല്ലേ. അപ്പൊ കിഴവൻ രാജ എന്നും അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? ധർമ്മരാജയാണ്. ഓർത്തു വെക്കണേ. കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്നുമൊക്കെ അറിയപ്പെട്ടത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ്. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട രാജാവ് ആരാണ്? ധർമ്മരാജയാണ്. പഴശ്ശിരാജാവിന്റെയും ശക്തൻ തമ്പുരാന്റെയും സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ്. പഴശ്ശിരാജാവിന്റെയും ശക്തൻ തമ്പുരാന്റെയും പഴശ്ശിരാജയുടെയും ശക്തൻ തമ്പുരാന്റെയും സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ധർമ്മരാജയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ആദ്യത്തേത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. അപ്പോൾ തൃപ്പടിദാനത്തിന്റെ കാര്യം ഓർത്തു വെക്കുക. തിരുവിതാംകൂറിലെ ഏതു രാജാവിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? തിരുവിതാംകൂറിലെ ഏതു രാജാവിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? അപ്പൊ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറിയത് ഏത് രാജാവ് ഭരിക്കുമ്പോഴാണ്? ധർമ്മരാജ ഭരിക്കുമ്പോഴാണ്. ഓക്കെ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ പ്രഗത്ഭ ദിവാനായിരുന്നു രാജ കേശവദാസ്? ധർമ്മരാജ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ പ്രഗത്ഭ ദിവാനായിരുന്നു രാജ കേശവദാസ്? ധർമ്മരാജാവ്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ മൈസൂറിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നേരിട്ടത്? ധർമ്മരാജാവ്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ മൈസൂറിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നേരിട്ടത്? ധർമ്മരാജ. ധർമ്മരാജാവ് ഭരിക്കുമ്പോഴാണ് മൈസൂരിൽ നിന്ന് ടിപ്പു സുൽത്താൻ വന്ന് ആക്രമിക്കുന്നത്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നേരിട്ടത്? ധർമ്മരാജാവ് ഭരിക്കുമ്പോഴാണ്. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജാവാണ്. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത്. ആലങ്ങാടും പറവൂരും ആലങ്ങാടും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് ആരാണ്? ധർമ്മരാജാവാണ്. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത തിരുവിതാംകൂർ രാജാവ് ആരാണ്? ധർമ്മരാജാവാണ്. ഓക്കെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 to 1810. 1798 to 1810 അദ്ദേഹത്തിന്റെ കാലഘട്ടം. രാജ കേശവദാസിനെ ദിവാൻ പദവിയിൽ നിന്ന് നീക്കിയത് ഏത് രാജാവിന്റെ കാലത്താണ്? രാജ കേശവദാസിനെ ദിവാൻ പദവിയിൽ നിന്ന് നീക്കിയത് ദിവാൻ പദവിയിൽ നിന്ന് നീക്കിയത് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറുമായി 1805 ഉടമ്പടി വെക്കുന്നത്. ആ സമയത്തെ രാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറുമായിട്ട്. ഓക്കെ. 1805 ഒരു പ്രത്യേകത എന്താ? 1805 നമ്മുടെ പഴശ്ശിരാജ കൊല്ലപ്പെടുന്ന വർഷമാണ് അല്ലേ. അപ്പോൾ വർഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കണേ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അവിട്ടം തിരുനാളാണ്. അപ്പോൾ ഓർത്തു വെക്കുക, 1805 തിരുവിതാംകൂർ ആരുടെ അണ്ടറിലാവുകയാണ്? ബ്രിട്ടീഷിന്റെ. ഓക്കെ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിന് സ്വയം ഭരണാധികാരം നഷ്ടമാകുന്നത്? തിരുവിതാംകൂറിന്റെ സ്വയം ഭരണാധികാരം നഷ്ടമാവുകയാണ്. സ്വയം ഭരണാധികാരം നഷ്ടമാവുന്നത് അവിട്ടം തിരുനാളിന്റെ കാലത്താണ്. അപ്പോൾ ഓർത്തു വെക്കുക,
കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, അയാളൊരു ബാലനായിരുന്നു, അയാൾക്കൊരു ശക്തിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അയാൾ ഭരിച്ച സമയത്താണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ അവരുടെ അണ്ടറിൽ ആക്കുന്നത്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. വേലുത്തമ്പി ദളവയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. വേലുത്തമ്പി ദളവ അപ്പോൾ അദ്ദേഹം ദിവാനായിരുന്നു. അദ്ദേഹത്തിനെ നീക്കം ചെയ്തത് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. നമുക്കറിയാം വേലുത്തമ്പി ദളവയെ അല്ലേ. കുണ്ടറ വിളംബരമൊക്കെ നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് വർഷമാണ്? 1809 അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. കണ്ടോ, അയാൾ ഒരു ദുർബലനായിരുന്നു അല്ലേ. ദുർബലനായതുകൊണ്ടാണല്ലോ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നതൊക്കെ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ബാലനായിരുന്നു, ഒരു ദുർബലനായിരുന്നു എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? അവിട്ടം തിരുനാളാണ്. അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുക. അദ്ദേഹത്തിന്റെ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഗൗരി ലക്ഷ്മിബായി. 1810 to 1815 അവരുടെ കാലഘട്ടം. 1810 to 1815 റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം. റീജന്റ് പൂർണ്ണ അധികാരങ്ങളുള്ള റാണി. റീജന്റ് പൂർണ്ണ അധികാരങ്ങളുള്ള റാണി എന്നറിയപ്പെട്ടത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റീജന്റ് പൂർണ്ണ അധികാരങ്ങളുള്ള റാണി എന്നിങ്ങനെ അറിയപ്പെട്ട, അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകതയുള്ള ഏക വനിതയാണ് ഗൗരി ലക്ഷ്മിബായി. ഗൗരി ലക്ഷ്മിബായി. ഓക്കെ. തിരുവിതാംകൂറിൽ ഗൗരി ലക്ഷ്മിബായി ഭരണം ഏറ്റെടുത്തത് ഏത് വർഷമാണ്? AD 1810. AD 1810 റാണി ഭരണം ഏറ്റെടുക്കുന്നത്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ എന്ത്? സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഗൗരി ലക്ഷ്മിബായി ആണ്. വളരെ കുറച്ചു കാലം മാത്രമാണ് അവര് തിരുവിതാംകൂർ ഭരിച്ചത്. അപ്പോൾ തിരുവിതാംകൂർ വളരെ കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ആരുടെ കാലഘട്ടത്തിലാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം പ്രധാന പോയിന്റാണ്, നോക്കണേ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ലക്ഷ്മിബായി ആണ്. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കുന്നത് ഗൗരി പാർവതി ബായി. അവരുടെ കാലഘട്ടം എന്നാണ്? 1815 to 1829 1815 to 1829 അവരുടെ കാലഘട്ടം. 1815 to 1829. ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായിരുന്നു ആര്? റാണി ഗൗരി പാർവതിബായി. അവരുടെ ജനനം നോക്കിക്കേ, 1802 1802 അവര് ജനിക്കുന്നത്. അപ്പൊ അവർക്ക് എത്ര വയസ്സ് കാണും? 13 വയസ്സൊക്കെ കാണത്തുള്ളൂ അല്ലേ. ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരമേറ്റ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. ഓക്കെ. തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് അവർ ചെയ്തൊരു നല്ല കാര്യമാണ് അല്ലേ. അപ്പൊ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത്, സ്വർണവും വെള്ളി ആഭരണങ്ങളും അണിയാൻ അനുമതി നൽകിയത് ആരാണ്? പാർവതിബായി ആണ്. ഓക്കെ. ഗൗരി പാർവതിബായി ആണ്. ജാതിയുടെയോ
പദവിയുടെ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. അപ്പോൾ പ്രായം കുറവായിരുന്നെങ്കിൽ പോലും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു അല്ലേ. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഭരണം ഏറ്റിരുന്നെങ്കിലും അവർ നല്ല പക്വതയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു ഭരണാധികാരിയാണ്. ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസമില്ലാതെ, അപ്പോൾ ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യാം, വീടുകളൊക്കെ ഓടുമേയാൻ വേണ്ടിയിട്ട് അവര് അനുവാദം നൽകി. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. പ്രാഥമിക വിദ്യാഭ്യാസം അപ്പോൾ ഓർത്താൽ മതി. 13ാമത്തെ വയസ്സിലൊക്കെ അവര് ഒരു ഭരണാധികാരിയായി. അപ്പോൾ അവരെന്ത് ചെയ്തു, വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം വരെ നിർബന്ധമാക്കി. ആര്? റാണി ഗൗരി പാർവതിബായി. ഓക്കെ, കണക്ട് ചെയ്തൊക്കെ അങ്ങ് ഓർക്കുക കേട്ടോ. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല കാര്യങ്ങളാണ് അല്ലേ. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലെടുക്കുന്നതിന് കണ്ടോ, വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ്, അതായത് ഉഴിയവേല എന്ന് പറയുന്നത്, ഉഴിയവേല അത് അവസാനിപ്പിച്ചത് ആരാണ്? ഉഴിയവേല അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ്, അതായത് ഉഴിയവേല അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. ഓക്കെ, അടുത്തത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഏതാണ്? 1829 to 1846. 1829 to 1846. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ അറിയപ്പെട്ടത് എങ്ങനെയാണ്? ദക്ഷിണ ഭോജൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണ ഭോജൻ. ഓക്കെ, ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് ഏത് രാജാവിന്റെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം, സ്വാതി അങ്ങനെ ഓർത്താൽ മതി. സുവർണ കാലഘട്ടം. അപ്പോൾ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത്. സംഗീതജ്ഞനെന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. സംഗീതം, സ്വാതി എന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. സംഗീതജ്ഞനെന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു. കണ്ടോ, കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനുമായിരുന്നു സ്വാതി തിരുനാൾ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്? സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. ശുചിത്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ശുചിത്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. ശുചിത്രം. ഓക്കെ, തിരുവിതാംകൂറിലെ ഏത് ബ്രിട്ടീഷ് റെസിഡന്റുമായാണ് സ്വാതി തിരുനാളിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്? തിരുവിതാംകൂറിലെ ഏത് ബ്രിട്ടീഷ് റെസിഡന്റ്
റെസിഡന്റ് ആണ്, ബ്രിട്ടീഷ് റെസിഡന്റ്. ആരാണ്? ജനറൽ കല്ലൻ. തിരുവിതാംകൂറിലെ ഏത് ബ്രിട്ടീഷ് റെസിഡന്റുമായാണ് സ്വാതി തിരുനാളിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്? ആരാണ്? ജനറൽ കല്ലൻ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്, ഹജൂർ കച്ചേരി, കൊല്ലവും തിരുവനന്തപുരം അടുത്തടുത്തല്ലേ, അപ്പോൾ അങ്ങനെ ഓർക്കുക, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. മേളിൽ നിന്ന് താഴേക്ക് മാറ്റി അങ്ങ് ഓർത്താൽ മതി, മേളിൽ നിന്ന് താഴേക്ക് മാറ്റി. അപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരുടെ കാലഘട്ടത്തിലാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളികളെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണ് എന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പൊ കുറെ ദുഷിച്ച ആചാരങ്ങളൊക്കെ ഇദ്ദേഹം നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളികളെ തള്ളിവിട്ടാല്, അപ്പോൾ അവർക്ക് ഇപ്പം ഏതെങ്കിലും വിഷജന്തുവിന്റെ അടുത്തേക്ക് എന്തായാലും തള്ളിവിട്ടാൽ അത് കടിക്കും. അപ്പം അത് സ്വാഭാവികമായിട്ടും കടിക്കും, വിഷം നമുക്ക് പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ശരിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് നിർത്തലാക്കി. ഓക്കെ, വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളികളെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണ് എന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ. അപ്പൊ അദ്ദേഹം ചെയ്തത് നല്ല കാര്യങ്ങളാണ്, നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഉത്രം തിരുനാൾ 1846 ടു 1860 ഭരിക്കുന്നത്. അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. ഏത് കനാലാണ്? അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാൽ. 1857 കലാപസമയത്ത് കാൺപൂരിലെ കലാപബാധിതരെ സഹായിക്കുവാൻ സഹായനിധി രൂപവൽക്കരിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ആ സമയത്ത് കാൺപൂരില് കലാപബാധിതരെ സഹായിക്കാൻ അദ്ദേഹം സഹായനിധി രൂപവൽക്കരിച്ചിരുന്നു. ആര്? ഉത്രം തിരുനാൾ. ഓക്കെ, കാൺപൂരിലെ ഏതാണ്? 1857 കലാപം. കാൺപൂരില് എന്തോ ചെയ്തു? സഹായനിധി രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ. പാശ്ചാത്യ വൈദ്യശാസ്ത്രം അഭ്യസിപ്പിക്കുകയും ചികിത്സിപ്പിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. പാശ്ചാത്യ വൈദ്യശാസ്ത്രം അഭ്യസിപ്പിക്കുകയും ചികിത്സിപ്പിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു. ആർക്ക് വേണ്ടിയിട്ടാ? തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ സ്ഥാപിച്ചത് ഉത്രം തിരുനാളാണ്. പിന്നെ ആരാണ്? ആയില്യം തിരുനാൾ 1860 ടു 1880. ഏത് കാലഘട്ടമാണ്? 1860 ടു 1880. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന്, ആരിൽ നിന്നാണ്? ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് 1866 എന്ത് ബിരുദമാണ്? മഹാരാജ എന്ന ബിരുദം ലഭിച്ചത് ആയില്യം തിരുനാളിനാണ്. ആർക്കാണ്? ആയില്യം തിരുനാൾ. ഓക്കെ, തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് 1866 മഹാരാജ എന്ന ബിരുദം ലഭിച്ചത് ആയില്യം തിരുനാളിനാണ്. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ.
തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നമുക്കറിയാം അല്ലേ? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച ആരാണ്? ആയില്യം തിരുനാളാണ്. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് നമുക്കൊക്കെ അറിയാലോ, കൊല്ലം വഴി പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ, കാണാറുണ്ട്, കയറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. അപ്പൊ തൂക്കുപാലത്തെ കയറുമ്പോൾ നമുക്ക് ആയില്യം തിരുനാളിനെ ഓർക്കണം. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ്, ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് ഉള്ള പോയിന്റ് ഇതൊക്കെയാണ്. ഉത്രം തിരുനാളും ആയില്യം തിരുനാളും നോക്കി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. വിശാഖം തിരുനാൾ 1880 to 1885. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് ആര്? വിശാഖം തിരുനാൾ. നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടല്ലേ, ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടാ? തിരുവനന്തപുരത്താണ് അല്ലേ? അപ്പോൾ അങ്ങനെ അങ്ങ് ഓർക്കുക. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരാണ്? വിശാഖം തിരുനാൾ. ആയില്യം തിരുനാളുമായുള്ള നീരസത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന കേരള വർമ്മ വലിയകോയി തമ്പുരാനെ മോചിപ്പിച്ചതാരാണ്? വിശാഖം തിരുനാളാണ്. കേരള വർമ്മ വലിയകോയി തമ്പുരാനെ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചതാരാണ്? വിശാഖം തിരുനാൾ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മഹാചരിത സംഗ്രഹം എന്ന പുസ്തകം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രചിച്ചത്? വിശാഖം തിരുനാൾ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മഹാചരിത സംഗ്രഹം? അപ്പം മഹാചരിത സംഗ്രഹം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാനാണത് രചിച്ചിട്ടുള്ളത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? വിശാഖം തിരുനാളിന്റെ നിർദ്ദേശപ്രകാരമാണ്. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥകാരന്മാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. ഓക്കെ, തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് ഏത് രാജാവിന്റെ കാലത്താണ്? വിശാഖം തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് ഏത് രാജാവിന്റെ കാലത്താണ്? വിശാഖം തിരുനാളിന്റെ കാലത്താണ്. ഓക്കെ, ശ്രീമൂലം തിരുനാൾ 1885 to 1924. ഏത് രാജാവിന്റെ കാലത്താണ് ഒരു വൈസ്രോയി ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത്? ആദ്യമായിട്ട് ഒരു വൈസ്രോയി ഏത് രാജാവിന്റെ കാലഘട്ടത്താണ് തിരുവിതാംകൂർ സന്ദർശിച്ചത്? ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ്, മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്തപ്പോൾ ഉള്ളത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ തിരുവിതാംകൂർ രാജാവ്. ഒന്നാം ലോകമഹായുദ്ധമാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ല, ഒന്നാം ലോക മഹായുദ്ധകാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ആരാണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പ്രവർത്തനം ആരംഭിച്ച വർഷം 1904 ആണ്. തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പ്രവർത്തനം ആരംഭിച്ചത് 1904. പോപ്പുലർ അസംബ്ലി. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് ആരംഭിച്ച രാജാവ്. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് ആരംഭിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്.
ധർമ്മരാജാവ് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ധർമ്മരാജാവ് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് രണ്ടാമത്തേത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. മലയാളി മെമ്മോറിയലും ഒന്നാം ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നവോത്ഥാനം ഒക്കെ പഠിക്കുമ്പോൾ ഏത് രാജാവിനാ കൊടുത്തത്, ഏത് ഭരണാധികാരിക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കത്തില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. മലയാളി മെമ്മോറിയലും ഒന്നാം ഈഴവ മെമ്മോറിയലും ഒന്നാം ഈഴവ അതായത് 2 തവണ ഈഴവ മെമ്മോറിയൽ കൊടുത്താൽ നിരസിച്ചില്ലേ, അപ്പോൾ അതാണ് ആദ്യത്തെ ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ശ്രീമൂലം ഭരണാധികാരിയുടെ കാലത്താണ്. നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. 1912 പാസ്സാക്കിയത്. ഓക്കെ. സേതുലക്ഷ്മിബായി 1925 to 1931. സേതുലക്ഷ്മിബായി 1925 to 1931. തിരുവിതാംകൂറിലെ നായർ സമുദായാംഗങ്ങൾക്ക് മരുമക്കത്തായത്തിനു പകരം മക്കത്തായം നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്? 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. തിരുവിതാംകൂറിലെ നായർ സമുദായ അംഗങ്ങൾക്ക് മരുമക്കത്തായത്തിനു പകരം മക്കത്തായം നിലവിൽ വന്നത് ഏത് നിയമം പ്രകാരമാണ്? 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. 1925 ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. 1925 ഗാന്ധി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതുലക്ഷ്മിബായി. വർഷം നോട്ട് ചെയ്യണം, ആരാന്ന് നോട്ട് ചെയ്യണം. 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ 1925 റീജന്റായി അധികാരത്തിൽ വന്നത് സേതുലക്ഷ്മിബായി ആണ്. അപ്പോൾ 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ 1925 റീജന്റായിട്ട് വന്നതാണ്. റീജന്റായിട്ട് കാര്യങ്ങൾ നോക്കി നിർത്താൻ വേണ്ടിയിട്ട് വന്നത് ആരാണ്? സേതുലക്ഷ്മിബായി ആണ്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതുലക്ഷ്മിബായി. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതുലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്തെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി 1925 ഒരു നിയമത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരിയാണ് സേതുലക്ഷ്മിബായി. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം വികസിക്കുന്നതിന് വേണ്ടി 1925 നിയമത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരി ആരാണ്? സേതുലക്ഷ്മിബായി. 1928 തിരുവിതാംകൂറിലെ
ക്ഷേത്രനിരത്തുകളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച ഭരണാധികാരി സേതുലക്ഷ്മിബായി ആണ്. ഇതൊക്കെ നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കുന്നുണ്ടല്ലേ. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്രനിരത്തുകളിൽ അവർണർക്ക് എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചത് ആരാണ്? സേതുലക്ഷ്മിബായി ആണ്. സഞ്ചാരം സേതുലക്ഷ്മി. ഓക്കെ. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിത 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് സേതുലക്ഷ്മിബായി. ഓക്കെ, സേതുലക്ഷ്മിബായി. തിരുവിതാംകൂർ ചരിത്രത്തിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? തിരുവിതാംകൂർ ചരിത്രത്തിലെ അവസാനത്തെ ഭരണാധികാരിയും സേതുലക്ഷ്മിബായി ആയിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയും സേതുലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ അവസാനത്തെ വനിതാ ഭരണാധികാരിയും സേതുലക്ഷ്മിബായി ആണ്. ഓക്കെ. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയത്. കുടിക്കാരി സമ്പ്രദായം അല്ലെങ്കിൽ എന്താണ് ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയത് സേതുലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി സേതുലക്ഷ്മിബായി ആണ്. അടുത്തത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ. 1931 to 1949 ആണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. 1931 to 1949. ഏതു രാജാവിന്റെ കാലത്താണ് പള്ളിവാസൽ പദ്ധതി പ്രവർത്തനക്ഷമമായത്? ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിയത്. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ ഭരണാധികാരി. അവസാനത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. അപ്പോൾ നമ്മൾ അവസാനത്തെ തിരുവിതാംകൂർ രാജാവിൽ എത്തി. അപ്പോൾ അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ പ്രധാനപ്പെട്ട പോയിന്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. ഏത് രാജാവിന്റെ കാലത്താണ് 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്? തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ്? ചിത്തിര തിരുനാളാണ്. ഏത് വർഷമാണ്? 1937. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാളാണ്. നോക്കിക്കേ, അദ്ദേഹം 49 വരെയാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നാണ്? 47. ആ സമയത്തെ ഭരണാധികാരി ആരാണ്? ചിത്തിര തിരുനാളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള സമയത്ത് ഭരണാധികാരി ആരാണ്? ചിത്തിര തിരുനാളാണ്. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്തിര തിരുനാളാണ്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയോഗിച്ചത്? ചിത്തിര തിരുനാൾ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥ നിയമനത്തിന് PSC അല്ലേ, പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയോഗിച്ചത്? ചിത്തിര തിരുനാൾ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം? ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതിനകത്തും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏറെയുണ്ട്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ
ഭരണപ്രക്ഷോഭം നടന്നത് ചിത്തിര തിരുനാൾ. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി രാജപ്രമുഖൻ. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി ഏതാണ്? രാജപ്രമുഖൻ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി രാജപ്രമുഖൻ. ചിത്തിര തിരുനാൾ അന്തരിച്ചത് 1991 1991 ചിത്തിര തിരുനാൾ അന്തരിച്ചത്. 1991. ചിത്തിര തിരുനാളിന്റെ അന്ത്യവിശ്രമ സ്ഥാനം പഞ്ചവടിയാണ്. പഞ്ചവടിയാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ അന്ത്യവിശ്രമ സ്ഥാനം. ഓക്കെ, ഇത് വളരെ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം 40 മിനിറ്റ് കൂടുതലുണ്ട്. ഇത്രയുമാണ് നമ്മൾ തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ചൊക്കെ നോക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ PSC ബുള്ളറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തിരുവിതാംകൂറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് PSC വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.